ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്കിന്ന് ഈസി ആയിട്ടൊരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി കണ്ടാലോ. വട്ടയപ്പമാണ് ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമുക്ക് ഈ ഒരു സെയിം ബാറ്റർ കൊണ്ട് നമ്മൾ കല്ലപ്പം, കള്ളപ്പം, അതുപോലെ വട്ടയപ്പം ഈ 3 റെസിപ്പിയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. നല്ല മധുരമുള്ള അപ്പവും അതിൻ്റെ കൂടെ എരിവുള്ളൊരു കറിയും, അതാണ് പൊതുവേ ഉള്ളൊരു കോമ്പിനേഷൻ. അപ്പത്തിനോട് നിങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള കോമ്പിനേഷൻ എന്താണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഈ ഒരു അവധി സമയത്താണെങ്കിലും സ്കൂൾ വിട്ട് വരുമ്പോഴും നമുക്ക് 4 മണിക്കൊക്കെ എളുപ്പത്തിൽ വട്ടയപ്പം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കുന്നത്. ആവിയിൽ വേവിച്ചെടുത്തതായതുകൊണ്ട് തന്നെ കുറച്ചധികം ഹെൽത്തി ആയിട്ടുള്ളൊരു ഓപ്ഷനും കൂടാണിത്. ഞാൻ അതിനായിട്ട് 1.25 കപ്പ് പച്ചരി നല്ലോണം കഴുകി വൃത്തിയാക്കി 4 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വീതം ചോറും തേങ്ങ ചിരകിയതും 1/4 കപ്പ് പഞ്ചസാരയും, 1/2 കപ്പ് പഞ്ചസാര വരെ നമുക്ക് ഉപയോഗിക്കാം. അതിനുശേഷം കൂടെ നല്ലോണം അരഞ്ഞു കിട്ടാനായിട്ട് ഞാൻ തേങ്ങാ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. സാദാ വെള്ളം നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെ തരിയൊന്നും ഇല്ലാതെ അരച്ചെടുത്തതിന് ശേഷം 1/4 കപ്പ് മാവും 1 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളവും ഇതുപോലെ ഒന്ന് നോൺ സ്റ്റിക്ക് പാനിലിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം സ്റ്റൗ ടോപ്പിൽ തീ കത്തിച്ചിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം. ഒന്ന് കുറുക്കിയെടുത്ത് അതും കൂടെ മിക്സിയിലിട്ട് നമുക്ക് മാവിൻ്റെ കൂടെ അടിച്ച് എടുക്കേണ്ട ആവശ്യമുണ്ട്. ഇങ്ങനെ കപ്പി കാച്ചുന്നതിന് റീസൺ എന്താണെന്ന് അറിയാവുന്നവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ചെറിയൊരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് കപ്പി കാച്ചി എടുക്കേണ്ടത്. അതുകൊണ്ടാണ് 1/4 കപ്പ് മാവും 1 കപ്പ് വെള്ളവും എന്ന റേഷ്യോയിൽ എടുത്തത്. ഈ ഒരു സ്റ്റേറ്റ് ആകുമ്പോഴത്തേനും നമുക്കത് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നല്ലോണം തണുത്തിട്ട് നമുക്ക് നോർമൽ ടെമ്പറേച്ചറിൽ തന്നെ വെച്ചാൽ മതി. നല്ലോണം തണുത്തിട്ട് നമുക്കത് ബാക്കി മാവിൻ്റെ കൂടെ ഇട്ട് കൊടുത്ത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഈസ്റ്റും 2 ഏലക്കയുടെ കുരുവും ഇട്ട് കൊടുക്കാം. അതും കൂടെ ഇട്ട് നല്ല പേസ്റ്റ് പോലെ അടിച്ചെടുത്ത് നമുക്കൊന്ന് പുളിപ്പിക്കാൻ വെക്കാം. അപ്പോൾ ഓരോ സ്ഥലത്തെയും ചൂടനുസരിച്ച് ഇത് പുളിച്ച് വരാനുള്ള, നമ്മുടെ മാവ് പുളിച്ച് വരാനുള്ള ടൈം മാറും. എനിക്കൊരു 2-2.5 മണിക്കൂറിൽ പുളിച്ച് കിട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ഒരു റൗണ്ട് കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നെയ്യ് ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ആ ഒരു ടിന്നിൻ്റെ 1/4 ഭാഗത്തോളം വരുന്ന രീതിയിൽ മാവൊന്ന് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് തേച്ച് കൊടുക്കുന്നത് അപ്പമായി കഴിയുമ്പം പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ അപ്പച്ചമ്പ് ഓൾറെഡി വെള്ളം നിറച്ച് ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് ആവി വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ വട്ടയപ്പത്തിൻ്റെ ബാറ്ററിൻ്റെ പാത്രം അതിലേക്ക് ഇറക്കി വെച്ച് ഒരു 25 മിനിറ്റ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ നമുക്ക് മതിയാകും നമ്മുടെ വട്ടയപ്പം റെഡിയായി കിട്ടാൻ. അപ്പോൾ കിസ്മിസോ കാഷ്യൂനട്ടോ ഇഷ്ടമുള്ളവരൊക്കെ അതൊക്കെ ഇട്ട് കൊടുക്കാൻ മറക്കല്ലേ. താങ്ക്